പോലീസ് സേനയിൽ 8 മണിക്കൂർ ജോലി പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന നിയമസഭയിൽ മുഖ്യമന്ത്രി അർഹമായ അവധി അനുവദിക്കുന്നതിൽ DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മെന്ററിംഗ് നടത്തി വരുന്നുണ്ട് എന്നും പോലീസ് വെൽഫെയർ രൂപീകരിച്ചിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി. പോലീസ് സേനയ്ക്കിടയിൽ 8 മണിക്കൂർ ജോലി എന്നത് അത്ര വേഗത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നല്ല. എന്നാൽ ഇത് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തി വരുന്നത്. തിരക്കേറിയ പ്രധാനപ്പെട്ട 52 സ്റ്റേഷനുകളിൽ ഇതിനകം ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. കൂടുതൽ സ്റ്റേഷനുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. സ്റ്റേഷനുകളിൽ തുറന്ന ആശയവിനിമയത്തിനായും വിവിധ കാരണങ്ങളാലുള്ള മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് മെന്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 5 വർഷത്തിനിടെ 88 പോലീസുകാർ ആത്മഹത്യ ചെയ്തു എന്നത് അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ PC വിശ്വനാഥ് ചൂണ്ടിക്കാണിച്ചു. മരിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യാക്കുറിപ്പും വിശ്വനാഥ് നിയമസഭയിൽ വായിച്ചു. സാർ, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 88 പോലീസുകാരാണ് സാർ ആത്മഹത്യ ചെയ്തത്. ശരാശരി 44 പോലീസുകാരെ വെച്ചാണ് 118 പോലീസുകാരുടെ ജോലി ഒരു സ്റ്റേഷനിൽ നടക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രശാന്ത്, നമ്മൾ പരമ്പര ചെയ്ത വിഷയമാണ്. എത്രത്തോളം സമ്മർദ്ദത്തിന് അടിമപ്പെട്ടാണ് ജീവിക്കേണ്ടി വരുന്നത് പോലീസുകാർ എന്നുള്ളത്. അവർക്ക് വീടുകളിൽ പോകാനോ അല്ലെങ്കിൽ ജോലി സമ്മർദ്ദം ഒഴിവാക്കാനോ കഴിയുന്ന ഒരു സാധ്യതയും അവശേഷിക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ. ഇത്രയും അധികം പോലീസുകാർ മരിച്ച വിഷയം സഭയിലേക്ക് എത്തുന്നു. മുഖ്യമന്ത്രിയുടെ മറുപടി, അതിന്റെ വിശദാംശങ്ങൾ. അത് പോലീസുകാരുടെ ജോലിഭാരം, അവരുടെ ജോലിയിലെ ദുരിതാവസ്ഥ, ഇക്കാര്യങ്ങൾ ഇന്നിപ്പോൾ പ്രതിപക്ഷ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നു. അതായത് യോഗ അടക്കമുള്ള പരിഹാര നിർദ്ദേശങ്ങൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുമ്പോഴും പോലീസുകാർ 24 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരുന്ന പോലീസുകാരന് അതിനുള്ള സമയം പോലും ഇല്ല എന്നുള്ളത് സർക്കാർ മനസ്സിലാക്കണമെന്നത് പ്രതിപക്ഷം ഉന്നയിക്കുന്നു. ഏതായാലും മറുപടി പറഞ്ഞ ചില രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടി പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ. SHOമാരെ നിയമിക്കുന്നത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അല്ലേ? അങ്ങനെ ബാഹ്യ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് മുഖ്യമന്ത്രിക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു തുടങ്ങിയത്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി നേരത്തെ മറുപടി പറഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ പാർട്ടി ബാഹ്യ ഇടപെടലില്ല, പാർട്ടി രാഷ്ട്രീയവൽക്കരണമില്ല എന്ന കാര്യമാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. എന്നാൽ അതിന് മറുപടി പറഞ്ഞ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത് ബാഹ്യ ഇടപെടൽ സേനയിലില്ലെന്ന് മുഖ്യമന്ത്രി നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയുമോ? SHOമാരെ നിയമിക്കുന്നത് പാർട്ടി ഏരിയ കമ്മിറ്റികളല്ലേ എന്നാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. ഈ സമയം ഭരണപക്ഷത്ത് നിന്ന് ഒച്ചപ്പാടുകളുണ്ടായി. കള്ളക്കടത്തുകാർക്ക് പൊളിറ്റിക്കൽ പാറ്റേണേജ് കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ പാർട്ടിക്കാർ തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ സ്വർണ്ണം പൊട്ടിക്കലടക്കം വിഷയം പ്രതിപക്ഷ സഭയിൽ ഉന്നയിച്ചപ്പോൾ ഇന്നിപ്പോൾ ഈ വിഷയം പറയുമ്പോൾ ഭരണപക്ഷത്തു നിന്നുള്ളവർ മിണ്ടുന്നില്ല എന്ന കാര്യമടക്കം പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇപ്പോൾ മുഖ്യമന്ത്രി അതിന് ഒരു ചെറിയ വിശദീകരണം നൽകി. എന്തായാലും നിയമസഭയിൽ പോലീസുകാർ ആത്മഹത്യ ചെയ്ത സംഭവം നിയമസഭയിൽ ചൂണ്ടിക്കാട്ടുകയായിരുന്നു പ്രതിപക്ഷം.